മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വാരിക്കോരി നൽകിയെന്ന് റെയിൽവേ മന്ത്രി ആവർത്തിക്കുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിന് അർഹിക്കുന്ന പരിഗണന ബജറ്റിൽ ലഭിച്ചില്ല. കുറവ് വിഹിതം കിട്ടിയവരിൽ മൂന്നാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം. ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും 15,000 കോടിക്ക് മുകളിൽ ലഭിക്കുമ്പോഴാണ് കേരളത്തിന് നൽകിയ 3,011 കോടി രൂപ വലിയ വിഹിതമായി അവതരിപ്പിക്കുന്നത്. കർണാടക 7,559, തമിഴ്നാട് 6,362, തെലുങ്കാന 5,336, ആന്ധ്രാപ്രദേശ് 9,151 കോടി എന്നിങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. പാത ഇരട്ടിപ്പിക്കലല്ലാതെ കാര്യമായ പുതിയ പദ്ധതികളൊന്നും കേരളത്തിനില്ല. 30 വർഷത്തിനിടെ യാത്രാ ട്രെയിനുകൾക്കായി 1 കിലോമീറ്റർ പാത പോലും കമ്മീഷൻ ചെയ്യാത്ത സംസ്ഥാനമാണ് കേരളം. 1994 നിർമ്മിച്ച തൃശൂർ ഗുരുവായൂർ പാതയാണ് അവസാനം തുറന്നത്. വല്ലാർപാടത്തേക്ക് ചരക്കു നീക്കത്തിനായി നിർമ്മിച്ച പാതയും കമ്മീഷൻ ചെയ്യാത്ത അങ്കമാലി കാലടി പാതയുമാണ് അതിനുശേഷം നിർമ്മിച്ചത്. എറണാകുളം കൊച്ചിൻ ഹാർബർ ടെർമിനസ് പാതയിൽ യാത്രാ ട്രെയിനുകൾ ഇല്ലാതായി. ഷൊർണൂർ യാർഡിലെ കുപ്പിക്കഴുത്ത് ഒഴിവാക്കാൻ പുതിയ പാലം നിർമ്മിക്കുവാനും പാലക്കാട് തൃശൂർ ഭാഗങ്ങളിലേക്കുള്ള ഒറ്റവരി പാതകൾ ഇരട്ടിപ്പിക്കുവാനും കഴിഞ്ഞ ഫെബ്രുവരിയിൽ 367 കോടി രൂപയുടെ പദ്ധതി അനുമതി ലഭിച്ചതൊഴിച്ചാൽ മറ്റു വലിയ പദ്ധതികൾക്കൊന്നും സമീപകാലത്ത് അനുമതി ലഭിച്ചിട്ടില്ല. കൊച്ചുവേളി മാസ്റ്റർ പ്ലാൻ 4ാം ഘട്ടം പൂർത്തിയാക്കാൻ 40 കോടി രൂപയെങ്കിലും അനുവദിച്ചിട്ടില്ല. വലിയ പദ്ധതികൾക്കൊന്നും സമീപകാലത്ത് അനുമതി ലഭിച്ചിട്ടില്ല. കൊച്ചുവേളി മാസ്റ്റർ പ്ലാൻ 4ാം ഘട്ടം പൂർത്തിയാക്കാൻ 40 കോടി രൂപ മതിയെങ്കിലും അനുവദിച്ചിട്ടില്ല. അങ്കമാലി എരുമേലി ശബരി പാതയുടെ പകുതി ചിലവ് വഹിക്കുന്ന കാര്യത്തിൽ കേരളം കൃത്യമായ മറുപടി നൽകാത്തതിനാൽ കേന്ദ്ര തീരുമാനം വൈകുന്നു. എറണാകുളം ഷൊർണൂർ 3ാം പാതയുടെ ലൊക്കേഷൻ സർവേ തീർന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.